കോഴിക്കോട് നിന്ന് വന്നു, തളിപ്പറമ്പിൽ നിന്ന് വന്നു. അതായത് പള്ളിയുടെയോ അല്ലെങ്കിൽ യത്തീംഖാനയുടെ പേരിലുള്ള സ്വത്തുക്കൾ, വഖഫ് സ്വത്തുക്കൾ, ബിൽഡിങ്ങുകൾ, അത് കേവലം 2000 രൂപ 3000 രൂപക്ക് ഇവര് വാടക കൊടുക്കും. അവസാനം മേൽ വാടകക്ക് 30,000 40,000 ഇവര് മറിച്ച് കൊടുക്കുകയാണ്. ഇത്തരത്തിൽ വലിയ ഒരു വഞ്ചനയും ചതിയും നടക്കുന്നുണ്ട്. 2008 DS അച്യുതാനന്ദൻ ഗവൺമെന്റ് ജസ്റ്റിസ് നിസാറിനെ ഒരു കമ്മീഷനെ വെച്ചത് തന്നെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വഖഫ് അന്യായപ്പെടും, വഖഫ് സ്വത്തുക്കൾ അന്യായപ്പെടുന്നു അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ മനസ്സിലായി നമ്മുടെ കണ്ണിൽ വെച്ച് തന്നെ അന്യായപ്പെട്ടുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ വഖഫിന്റെ എതിരെ എന്ന് പറയുന്നവരെക്കാൾ ശത്രുക്കളായി മാറിയിരിക്കുന്ന വഖഫിന്റെ വക്താക്കളാണ്. ആ വിഷയത്തിലും തന്നെ സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെടും ഒരു സമഗ്രമായ അന്വേഷണം നടത്താൻ വേണ്ടി ജുഡീഷ്യൽ കമ്മീഷനോ അല്ലെങ്കിൽ പഠന റിപ്പോർട്ടോ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യപ്പെടും. എങ്ങനെയാണ് മറച്ചു വെച്ചിട്ടുള്ളത് എന്നെ കുറിച്ച് ഗൗരവതരമായ അന്വേഷണം നടക്കണം. നേരത്തെ 2 അഡ്വക്കേറ്റുമാരാണ് ഇതിന്റെ വിൽപ്പനകൾ കരാറുകൾ ഒപ്പിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ ആ അഡ്വക്കേറ്റുമാർക്ക് ആരധികാരം കൊടുക്കും? അങ്ങനെ വഖഫ് സ്വത്ത് അങ്ങനെ കൈകാര്യം ചെയ്യാൻ എന്തെങ്കിലും നിയമപരമായ അവകാശം ഉണ്ടോ? ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. ഇവിടെ ഇപ്പോ മിനിമം വിഷയം എടുത്ത് പറയുമ്പോൾ അവിടെ താമസിക്കുന്ന പാവപ്പെട്ട കുറച്ച് ആളുകളെ അവിടെ ഇറക്കി വിടാനുള്ള ശ്രമമാണ് എന്ന രീതിയിലാണ് പ്രചരണം നടക്കുന്നത്. ഒരിക്കലും തന്നെ അവിടെ വർഷങ്ങളായി താമസിക്കുന്ന ആളുകളെ ഇറക്കി വിടുന്ന ഒരു സമീപനം ഉണ്ടാകാൻ പാടില്ല. വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾക്ക് അവിടെ തന്നെ തുടരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതോടൊപ്പം തന്നെ മുനമ്പത്ത് വൻകിട മാഫിയ അവിടെ ബാറും അതുപോലെ റിസോർട്ടുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അവരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. UDF ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് എന്ന് പറയാനുള്ള ധാർമ്മികമായ ബാധ്യത അവർക്കുണ്ട്. UDFന്റെ നേതാവും പ്രതിപക്ഷ നേതാവും എന്ന നിലക്ക് തന്നെ VD സതീശൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മുസ്ലിം ലീഗ് നേതൃത്വവുമായി ആലോചിച്ച ശേഷമാണ് മുനമ്പം സംബന്ധമായി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് എന്നാണ്. എന്നാൽ എന്താണ് ആ ആലോചനയിലെ വിഷയം എന്ന് തുറന്നു പറയാനുള്ള തന്നിടം VD സതീശൻ കാണിക്കണം. എന്താണ് ആ രഹസ്യ ചർച്ച എന്ന് മുസ്ലിം ലീഗ് നേതൃത്വം പരസ്യമായി പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. മുസ്ലിം ലീഗ് എക്കാലത്തും സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകളാണ്. ബാബരി മസ്ജിദ് ഇഷ്യൂ ഉണ്ടായ കാലഘട്ടങ്ങളിലും അവർ സ്വീകരിച്ചത് ഇതേ നിലപാട് തന്നെയായിരുന്നു. നരസിംഹറാവു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ആ തർക്ക സ്ഥലത്താണ് അന്ന് തറക്കിലിട്ടത് എന്ന് പറഞ്ഞപ്പോൾ അത് നിഷേധിച്ചവരാണ് മുസ്ലിം ലീഗുകാര്. ബാബരി മസ്ജിദ് തകർക്കപ്പെടാൻ പോകും എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, അത് സംരക്ഷിക്കും, ഞങ്ങൾക്ക് പ്രധാനമന്ത്രി ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന് ഈ ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചവരാണ് മുസ്ലിം ലീഗുകാർ. അവസാനം ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല ആ ബാബരി മസ്ജിദിന്റെ ഓർമ്മകൾ പോലും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഡിസംബർ മാസം 6-ാം തീയതി വിദ്യാലയത്തെ എല്ലായിടത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുകയുണ്ടായി. ഐഎൻഎൽ സംസ്ഥാന കമ്മിറ്റി എല്ലാ ഡിസംബർ 6-ാം തീയതിയും ഫാസിസ്റ്റ് വിരുദ്ധ ദിനമായി അതിനെ കൊണ്ടാടാറ്. കാരണം വഖഫ് ചെയ്യപ്പെട്ട ഒരു സ്വത്തും കൈകാര്യം ചെയ്യാൻ ആർക്കും തന്നെ അധികാരമില്ലാത്തതാണ്. വളരെ നിർബന്ധിതമായ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി അത്തരം ചില സാഹചര്യങ്ങൾ സംജാതമായാൽ തന്നെ അത് വാക്യത്തിന്റെ ലക്ഷ്യത്തിന് വിരുദ്ധമാകാത്ത തരത്തിൽ അത് ഉപയോഗപ്പെടണം എന്നാണ് വളരെ വ്യക്തമായി പറയുന്നത്. അപ്പം മുനമ്പത്ത് എന്താണ് സംഭവിച്ചതെന്ന് ഗൗരവപരമായി ചിന്തിക്കണം. നമ്മുടെ കോഴിക്കോട്ട് പോലും വഖഫ് സ്വത്തുക്കൾ വ്യാപകമായി അന്യാധീനപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നിരവധി കേസുകൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ എവിടെയാണ്, ആരാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കണം. ദീർഘകാലം വഖഫ് ബോർഡ് കൈകാര്യം ചെയ്തിട്ടുള്ള മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗിന്റെ ഒത്താശയോടുകൂടി മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്ന കാര്യം തീർച്ചയാണ്. ഫറൂഖ് കോളേജ് മാനേജ്മെന്റിൽ ഭൂരിപക്ഷമുള്ളത് മുസ്ലിം ലീഗിനാണ്. ആ മുസ്ലിം ലീഗിന്റെ അറിവോടെയും സമ്മതത്തോടു കൂടിയല്ലാതെ ഈ ക്രയവിക്രയങ്ങളും നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും അതിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബും നിരന്തരമായി ഈ വഖഫിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഉരുണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകിയാണെങ്കിലും മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിമാരായ AT മുഹമ്മദ് ബഷീറും അതുപോലെ ഷാജിയും ഒരു നല്ല പ്രസ്താവന ഇറക്കുകയുണ്ടായി. കാരണം ആ ഭൂമി വഖഫിന്റേതാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ അങ്ങനെ സംശയമില്ലാത്ത ഒരു ഭൂമിയിൽ രാജഭരണമല്ലല്ലോ, ആര് പ്രതികരിക്കണം ആര് പ്രതികരിക്കണ്ട എന്ന് പറയാൻ അത് ഈ കണികളോടായിരിക്കാം. പക്ഷെ അതിന്റെ അർത്ഥം എന്താണ്? ഈ 1-2 നേതാക്കന്മാര് ശരിയായ ദിശയിൽ പ്രതികരിച്ചപ്പോഴേക്കും ഇവർക്ക് പരിഭ്രാന്തി ഉണ്ടായി. ആരെയാണ് ഇതിന് ഭയപ്പെടുന്നത്? എന്ത് ഇടപാടാണ് ഇതിന് പിന്നെ നടത്തിയിരിക്കുന്നത്?
യഥാർത്ഥത്തിൽ നമ്മളിപ്പോ അവിടെ കുറെ റിസോർട്ടുകൾ ഉണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. മിക്കവാറും ആ റിസോർട്ടുകളുടെ ബിനാമികളോ ദല്ലാൾമാരാണ് ഇവര് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ ഇവര് യഥാർത്ഥത്തിൽ മോദി ഗവൺമെന്റിനെ ഭയന്നുകൊണ്ട് RSSന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത്. കാരണം ഇന്നും ഇവർ ഭീതിയില്ല, ഭീതിയില്ല. അതായത് ഹിന്ദുത്വ ശക്തികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടായിരിക്കും മിക്കവാറും തന്നെ മുസ്ലിം ലീഗ് എടുക്കാൻ പോകുന്നത്. എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെന്റിൽ വന്ന് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞത് വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ വരികയാണെങ്കിൽ പണ്ട് മുത്തലാഖിന്റെ സമയത്ത് സംഭവിച്ചതുപോലെ മിക്കവാറും ലീഗ് എംപിമാർക്ക് വിമാനം കിട്ടാതാവും, അല്ലെങ്കിൽ നാട്ടിലേക്ക് മടങ്ങും, അല്ലെങ്കിൽ ഒളിച്ചു പോയിട്ട് പേടിയാണ് BJPക്കെതിരെ വോട്ട് ചെയ്യാൻ. പലതരത്തിലുള്ള പേടിക്കിന്റെ കൂട്ടത്തിൽ ഒരു പേടിയാണ് സംഭവം. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ആരും ഒന്നും മിണ്ടാൻ പാടില്ല എന്ന് സംസ്ഥാന പ്രസിഡന്റ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇതൊരു ജനാധിപത്യ പാർട്ടിയിൽ വേണമെന്നൊന്നും ചിന്തിച്ചു. ഈ വിഷയത്തിലുണ്ടല്ലോ നമ്മുടെ ഇടത് സർക്കാർ നിയമിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന്റെ മുമ്പാകെ INL ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങളുടെ നിവേദനമൊക്കെ നൽകുന്നതാണ്. ഇതിന്റെ ആധാരത്തെക്കുറിച്ചൊക്കെ സമസ്ത പഠിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ വഖഫ് INL പറയുന്നത് അത് വഖഫ് ഭൂമിയാണ്. ഏറ്റവും ഒടുവിലത്തെ 2023 ജനുവരിയിലുള്ള വെരി ക്ലിയർ ദാറ്റ് ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി എന്നായി പറയുന്നത്. അത് മാത്രമല്ല അതിന് തീരുമാനമായിരുന്നു. പക്ഷേ കോടതി പറഞ്ഞു വാങ്ങാൻ പാടില്ല. വാങ്ങുന്ന സമയത്ത് അത് പ്രതീതി സൃഷ്ടിക്കുന്നത് ഇവരിതിന്റെ മുതലാളിമാരാണ്, ഉടമകളാണ് എന്ന്. അങ്ങനെ വളരെ വ്യക്തമായി ഒരു വിധിയുള്ള സമയത്ത് സുപ്രീം കോടതി പോവാതെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആർക്കാ സംശയമുള്ളത്? 2009 ജസ്റ്റിസ് നിസാറും പറഞ്ഞു വഖഫ് ഭൂമിയാണ് എന്ന്. ഞങ്ങൾക്ക് മാത്രം സംശയമില്ല. എനിക്ക് ഇംഗ്ലീഷോ മലയാളമോ വായിച്ചാൽ മനസ്സിലാകുന്നത് സംശയമുള്ളത് വേറെ ചില അജണ്ടകളുമായി നമുക്ക് കൂടെ സംശയം ഉണ്ടാവും. നമ്മുടെ ഗവൺമെന്റ് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് അവർ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ചെയർമാന് അവിടെ ചെന്നൈയിൽ നടന്ന ജോയിന്റ് പാർലമെന്ററി കമ്മീഷൻ റിപ്പോർട്ട് അവിടെ പോയിരുന്നു. അദ്ദേഹം വളരെ വ്യക്തമായി സത്യങ്ങൾ പറയുന്നത് കേരളത്തിൽ നടക്കുന്ന ഒരു വഖഫ് സ്വത്താണ്. ഈ ലീഗിന് ഭയന്നായിരിക്കും സംസ്ഥ വ്യക്തമായ നിലപാട് പറയാതെ. സമസ്തക്ക് അങ്ങനെ ഭയം ഉണ്ടാകാൻ സാധ്യതയില്ല. തങ്ങൾക്ക് തീരുണ്ടാവില്ല. കാരണം സമസ്ത സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സ്വന്തം അസ്തിത്വമുള്ള ഒരു സംഘടനയാണ്. പക്ഷെ അവർ പണ്ഡിത സഭ ആയതുകൊണ്ട് തന്നെ വളരെ അവധാനതയോടുകൂടിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും. കുടുംബങ്ങളെ സംരക്ഷിക്കണം. അത് ലീഗ് പറഞ്ഞോണ്ട് പ്രശ്നമൊന്നുമില്ല. അതിൽ വേറെ കുടുംബങ്ങളെ മാത്രം. അതേസമയം 67 റിസോർട്ടുകളുണ്ട്. റിസോർട്ടുകളുടെ ആധാരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ആരിന്ന് വാങ്ങി, എന്തിനു വാങ്ങി. അവരാരും തന്നെ ഈ പ്രദേശത്തുള്ളവരല്ല. ഈ മഹാനഗരത്തിൽ താമസിക്കുന്ന, എറണാകുളത്ത് താമസിക്കുന്നവരാ. അതായത് വഖഫ് ബോർഡ് 2022 12 പേർക്ക് നോട്ടീസ് അയച്ചല്ലോ. അത് യഥാർത്ഥ ഷോക്കോസ് നോട്ടീസാണ്, അല്ലാതെ ഒഴിഞ്ഞു വാങ്ങുന്നു. ഈ 12 പേരും തന്നെ റിസോർട്ട് ഉടമകളാണ്. വലിയ വലിയ എന്തെല്ലാം റിസോർട്ടുകൾ നിങ്ങളാരും പോയിട്ടുണ്ടാവില്ലേ ബീച്ചിൽ? എല്ലാ തരത്തിലും തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന ബീച്ചാണ് അവിടെ ഉള്ളത്. ഈ റിസോർട്ട് ഈ വഖഫ് സ്വത്തിന് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം കിട്ടുന്നതിനോട് ഒരിക്കലും നമുക്ക് യോജിക്കാനാവില്ല. ചെയ്യപ്പെടുകയാണെങ്കിൽ അത് കണ്ടുപിടിച്ചുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ 2095 മാത്രമല്ല വഖഫ് ഉണ്ടാക്കിയിട്ടുള്ളത് 1913 മുതൽ